എനിക്ക് പുരസ്കാരങ്ങൾ പലതും കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ പുരസ്കാരം വൈകാരികമായ വലിയൊരു ചാരിതാർത്ഥ്യവും ധന്യതയും അഭിമാനവും ആഹ്ലാദവും ഉണ്ടാക്കുന്നുണ്ട്. അതിന് ബിജു പെരുമ്പുഴയോടും പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ട്രസ്റ്റിനോടുമുള്ള എൻ്റെ നിസ്സീമമായ സ്നേഹവും കടപ്പാടും ആദ്യം അറിയിക്കുകയാണ്. പുരസ്കാരങ്ങൾ അതിൻ്റെ വലിപ്പമുണ്ടാകുന്നത് ആ പുരസ്കാരം ആരുടെ പേരിലാണ് എന്നതുകൊണ്ട് കൂടി തന്നെയാണ്. ഇത്തരം പുരസ്കാരങ്ങൾ പെരുമ്പുഴ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന എൻ്റെ പൂർവ്വകാല കവികളിലൊരാളാണ്. എനിക്ക് മുമ്പേ നടന്ന കവി എന്ന നിലയ്ക്ക് മാത്രമല്ല, എൻ്റെ അഭിരുചികൾക്കൊക്കെ മാതൃകയായി എനിക്ക് മുമ്പ് സഞ്ചരിച്ച ഒരാളാണ്. അവസാന കാലത്താണ് അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടായത്. ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ അന്ന് എം എൻ സ്മാരകത്തിൽ നവയുഗം ഓഫീസിൽ പോകും. 2 കാരണങ്ങളാണ്. ഒന്ന്, പ്രഭാകരേട്ടനാണ് നവയുഗത്തിൻ്റെ എഡിറ്റർ. പ്രഭാകരേട്ടൻ മാതൃഭൂമിയിലുള്ള കാലം മുതൽക്ക് ഏതാണ്ട് ഒരു 35 കൊല്ലം മുതൽക്കുള്ള ഹൃദയബന്ധമാണ് പ്രഭാകരേട്ടനുമായി. അവിടെ ചെന്നാൽ പ്രഭാകരേട്ടൻ്റെ ഒപ്പം പെരുമ്പുഴ സാറും ഉണ്ടാകും. അപ്പോൾ അവിടെ ഇരുന്ന് കുറേ സംസാരിക്കും. ഒരു നഷ്ടകാലത്തിൻ്റെ വിഷാദം അക്കാലത്ത് പെരുമ്പുഴ വല്ലാതെ വെച്ച് പുലർത്തിയിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു, പലതും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, നമുക്ക് അതൊക്കെ തിരിച്ചു പിടിക്കണം. അപ്പോഴേക്കും ലില്ലി ചേച്ചി മരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെയാണ് അദ്ദേഹം എപ്പോഴും ഈ യുവകലാസാഹിതിയോട് വളരെ വളരെ സ്നേഹം നിറഞ്ഞ ഭാഷയിൽ പലതും ചെയ്യണം, പലതും ചെയ്യാനുണ്ട്, നമുക്ക് പലതും ഓർക്കാനുണ്ട് എന്നൊക്കെ പറയും. പരിപാടികൾ അറിയിച്ചാൽ ഞാൻ വരും, എൻ്റെ ആരോഗ്യ പ്രശ്നമൊന്നും നോക്കണ്ട എന്ന് പറയും. അങ്ങനെ നിരന്തരം ഇടപെട്ടിരുന്ന അവസാന കാലത്താണ്. പെരുമ്പുഴ ഒരു സമ്പൂർണ്ണ ഇടതുപക്ഷ സാംസ്കാരിക നായകനായിരുന്നു. നവോത്ഥാനാനന്തര കേരളത്തെ ഇടത് സാംസ്കാരിക ജാഗ്രതയിലേക്ക് നയിച്ച, ഇടത് സാംസ്കാരിക ശക്തിയിലേക്ക് ഉണർത്തിയ കുറേ പേരുണ്ടായിരുന്നു. അവർ നേരത്തെ ഉണർന്നവരായിരുന്നു. നവോത്ഥാനത്തിൻ്റെ രാഷ്ട്രീയം തിരിച്ചറിയുകയും നവോത്ഥാന ആശയങ്ങളെ ഏറ്റവും പുതിയ പുരോഗമന പരിപ്രേക്ഷ്യത്തിൽ അടിസ്ഥാന ജനതയിലേക്ക് എത്തിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ആലോചിക്കുകയും ചെയ്തു. ഈ ആശയങ്ങളായിട്ട് കിടന്നാൽ താഴെത്തട്ടിലെ നിരക്ഷരരായ മനുഷ്യർക്കത് മനസ്സിലാവുകയില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ജനകീയമായ കലാവിഷ്കാരങ്ങളിലൂടെ നടപ്പാക്കണം എന്ന് തീരുമാനിച്ച വലിയൊരു സംഘം ആളുകൾ പെരുമ്പുഴയ്ക്ക് മുമ്പും പെരുമ്പുഴയോടൊപ്പവും ഉണ്ടായിരുന്നു. അതിൽ ONV കുറുപ്പ് സാറുണ്ട്, ജി ദേവരാജനുണ്ട്, തിരുനെല്ലൂർ കരുണാകരനുണ്ട്, പുതുശ്ശേരി രാമചന്ദ്രനുണ്ട്, പി ഭാസ്കരനുണ്ട്, വയലാർ രാമവർമ്മയുണ്ട്, KPSC എന്ന പ്രസ്ഥാനമുണ്ട്, യുവകലാസാഹിതിയുണ്ട്, ഇപ്റ്റയുണ്ട്. അങ്ങനെ നീണ്ടുകിടക്കുന്ന ഒരു ചങ്ങലയായിട്ട് ആ കലാപ്രസ്ഥാനങ്ങൾ കേരളത്തിൽ, ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്നു. കേരളത്തിലാണ് ഇത് മറ്റു രീതിയിൽ പ്രവർത്തിച്ചത്, നവോത്ഥാനത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ പ്രവർത്തിച്ചത്. അതിൽ പെരുമ്പുഴ കവിയായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഉയരുന്ന മാറ്റൊലികൾ, ഞാറപ്പഴങ്ങൾ, തുടി തുടങ്ങിയ പ്രശസ്തങ്ങളായ കാവ്യപുസ്തകങ്ങളുണ്ട്. ധാരാളം കവിതകൾ, അരുണദശകങ്ങളുടെ കവികളുടെ നിരയിൽ വളരെ പ്രബലനായ കവിയായിരുന്നു പെരുമ്പുഴ. ധാരാളം ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് വേണ്ടത്ര ചർച്ച ഉണ്ടായിട്ടില്ല. കെണി പോലുള്ള സിനിമകളിൽ ജി ദേവരാജനുമായി സഹകരിച്ചുണ്ടായ പാട്ടുകളുണ്ട്. അതിനു മുമ്പ് ശിവതാണ്ഡവം 77-ലാണ് ശിവതാണ്ഡവം വന്നത്. ശിവതാണ്ഡവത്തിലെ ഞാനൊരു വീണാധാരി എന്ന പാട്ട് MB ശ്രീനിവാസൻ ചിട്ടപ്പെടുത്തിയതാണ്. യേശുദാസിൻ്റെ സെമി ക്ലാസിക്കൽ ഗാനങ്ങളിൽ പാടാൻ വലിയ പ്രയാസമുള്ള പാട്ടാണ് ഞാനൊരു വീണാധാരി. അതിന് കാരണം അത് MB ശ്രീനിവാസനാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, അതോടൊപ്പം വെസ്റ്റേൺ കോഡുകൾ കൂടി ചേർത്തുള്ള ഒരു അസാധാരണ പാട്ടാണ്. എന്നെ കൊണ്ടത് പാടാൻ പറ്റില്ല. പക്ഷെ അതിലൊരു മനോഹരമായ പാട്ട് ഞാൻ കേട്ട കാലം മുതൽക്ക് മറക്കാത്തൊരു പാട്ടുണ്ട്. അത് മാണി ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പാട്ടുകളിലൊന്നാണ്. ഒരു പക്ഷേ ആ പാട്ട് കേട്ടാൽ പെരുമ്പുഴ എഴുതിയതാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അന്തിമയങ്ങിയില്ല താമര പൊയ്ക ഉറങ്ങിയില്ല, അമ്പരത്തൊട്ടിൽ ആലോലമാടി അമ്പിളിക്കുഞ്ഞും ഉറങ്ങിയില്ല, ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ. അങ്ങനെ തന്നെയല്ലേ പാട്ട്? പണ്ട് കേട്ട് മനസ്സ് കിടക്കുന്നത്. അത് പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. MBSൻ്റെ പാട്ടാണ്.
ഇത് വളരെ പ്രശസ്തമായ പാട്ടാണ്. ആ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പാട്ട് ഓർമ്മ വന്ന് കാണും. ഇത് പെരുമ്പോൾ എഴുതിയതാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അതുപോലെ ഈ ശിവതാണ്ഡവത്തിലെ മറ്റു പാട്ടുകൾ, അക്കാലത്ത് കുറേ പാട്ടുകൾ അദ്ദേഹം എഴുതി. അദ്ദേഹം ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ റിസർച്ച് ഓഫീസറായിട്ടാണ് വിരമിച്ചത്. ധാരാളം ലേഖനങ്ങൾ സിനിമയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പുസ്തകം ജി ദേവരാജനെ കുറിച്ചുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പഠന പുസ്തകമാണ്. ദേവരാജൻ മാഷെ ഇത്ര ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരാൾ കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേവരാജൻ്റെ കൂടെ പ്രവർത്തിച്ച എത്രയോ ആളുകളുണ്ട്. പക്ഷെ ദേവരാജൻ മാസ്റ്ററുടെ സംഭാവനകളെ കുറിച്ച് പാട്ടുകളും അതോടൊപ്പം തന്നെ ആ പാട്ടുകൾ കേരള സംസ്കാരത്തിനും കേരളത്തിൻ്റെ പുരോഗമന മുന്നേറ്റങ്ങൾക്കും ഉണ്ടാക്കി കൊടുത്ത ശക്തിയെക്കുറിച്ചുമാണ് ആ പുസ്തകം. പി ഭാസ്കരൻ ഉറങ്ങാത്ത തമ്പുരു എന്ന പേരിൽ പി ഭാസ്കരനെ കുറിച്ചൊരു പുസ്തകമുണ്ട്. എണ്ണമറ്റ ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ഒരു സംസ്കാരമാണ്. ഇപ്പോൾ ഞാനും പ്രഭാവർമ്മയൊക്കെ ആ വഴിയിൽ നാണ്യപ്പെട്ടു പോരുന്ന എഴുത്തുകാരാണ്. കവികൾ എന്ന നിലയിലും കൾച്ചറൽ ആക്ടിവിസ്റ്റുകൾ എന്ന നിലയിലും ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം കേരളത്തിന് തന്ന വളരെ പ്രധാനപ്പെട്ട മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്ത ഒരു വലിയ മാനവികതയുണ്ട്. മാനവികത വിതയ്ക്കുകയാണ് ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയം ചെയ്തത്. സാംസ്കാരിക രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിൻ്റെ മുൻപിൽ നടന്നത്. ഇന്നിപ്പോൾ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ശ്രദ്ധിക്കുന്നതിൽ ഇടതുപക്ഷം വളരെ പുറകോട്ട് പോയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ. സാംസ്കാരിക രാഷ്ട്രീയത്തെക്കാളേറെ പവർ പൊളിറ്റിക്സ് മാനേജ്മെൻറ്റ് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇടതുപക്ഷം കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ജയചന്ദ്രനെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിക്കുകയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. തെറ്റിദ്ധരിച്ചാലും അതൊരു സത്യമാണെന്ന് നമ്മൾ അറിയണം. പവർ പൊളിറ്റിക്സ് മാനേജ്മെൻ്റ് അല്ല, സാംസ്കാരിക രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തെ ബലവത്താക്കി ജനഹൃദയങ്ങളിൽ നിലനിർത്തിയത്. ഇപ്പോൾ അപർണ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുത്തച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒ എൻ വി സാറ് തന്നെ ഓർത്തിട്ടുണ്ട്, SN കോളേജിൽ ജി ദേവരാജൻ പഠിച്ചിട്ടില്ല. പെരുമ്പുഴ പഠിച്ചത് SN കോളേജിലാണ്. SN കോളേജിൽ നിന്നാണ് MA ബിരുദം എടുത്തതെന്ന് എൻ്റെ ഓർമ്മ. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ടില്ല അദ്ദേഹം. SN കോളേജിലാണ് പഠിച്ചത്. അക്കാലത്ത് SN കോളേജിൻ്റെ ഒരു ലോഡ്ജ്, ഹോസ്റ്റലല്ല, പുറത്തൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. SN കോളേജിലെ ഈ തെറിച്ചവർ റിബലുകളൊക്കെ രാഷ്ട്രീയമായി സംഘടിക്കുകയും രാഷ്ട്രീയ ചർച്ചകൾ നടത്തുകയും ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ പല ആശയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്ത ആ ലോഡ്ജിൽ നിത്യ സന്ദർശകനായിരുന്നു ജി ദേവരാജൻ. അത് ONV സാർ തന്നെ ഓർക്കുന്നുണ്ട്. അവിടെ പെരുമ്പഴയുണ്ടാവും. പെരുമ്പഴ അതിലെ ചെറിയ ഒരാളാണ്. ഒരു മാധവൻ നായരെ കുറിച്ച് ONV സാർ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് പഠിച്ചിരുന്ന ഒരാളാണ്. ആ ലോഡ്ജ് മുറിയാണ് ഒരു കാലത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ച പല പ്രവർത്തനങ്ങൾക്കും വിത്തിട്ട ചിന്തകൾക്ക് വഴിയൊരുക്കിയത്. അവിടെ വെച്ചാണ് പെരുമ്പുഴ കൂടി ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ വെച്ച്, ഒരു കൂട്ടായ്മയിൽ വെച്ച് ONV സാറിൻ്റെ പ്രശസ്തമായൊരു പാട്ട്, അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരത്തിലുള്ളൊരു കവിതയാണ് കുറത്തി വൃത്തത്തിൽ അദ്ദേഹം എഴുതിയ ഒരു കവിത. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ കുറത്തി വൃത്തം തിരുവിതാംകൂർ ഭാഗത്ത് എത്രമാത്രം പ്രചാരത്തിലുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രദേശത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വൃത്തമാണ്. അതൊരു പക്ഷേ മലയാളത്തിലെ ഏറ്റവും പഴയ വൃത്തങ്ങളിലൊന്നാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള സമൂഹങ്ങളുടെ ഒരു പാട്ടുവൃത്തമാണ്. ഇതെവിടെ നിന്നാണ് സാർ എന്തുകൊണ്ടാണ് കുറത്തി വൃത്തത്തിൽ പാട്ടുകൾ എഴുതാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് കൊങ്ങശ്ശേരി കൃഷ്ണൻ, അക്കാലത്തെ മലബാറിലെ സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊങ്ങശ്ശേരി കൃഷ്ണൻ്റെ ഒരു കാവ്യപുസ്തകത്തിനാണ് കുറത്തി വൃത്തത്തിൻ്റെ സാധ്യത ഞാൻ മനസ്സിലാക്കിയതെന്നാണ്. ആ കുറത്തി വൃത്തത്തിൽ ONV എഴുതിയ ഒരു പാട്ട് അതിലുണ്ടായിരുന്നു. പാട്ടല്ല, കവിതയാണ്. നിങ്ങൾക്കതിപ്പോൾ അങ്ങനെ കേട്ടാൽ ഓർമ്മ വരില്ല. ആ കാലത്ത് അദ്ദേഹം തെക്കും ഭാഗത്ത് കണ്ട ഒരു ദൃശ്യത്തിൽ നിന്നാണ് ആ കവിത എഴുതിയത് എന്ന് ONV സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദുഃഖാകുലയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം, ഒരു കീഴാള പെൺകുട്ടിയുടെ ചിത്രം. അതാണ് ആ പാട്ട് ആ വൃത്തത്തിൽ കുറത്തി വൃത്തത്തിൻ്റെ വൃത്തം ഞാനൊന്ന് പരിചയപ്പെടുത്താം. ശ്രീഭുവനം നാടു തോറും നാടു നല്ല ദേശം, കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി. ആ വൃത്തത്തിലാണ് പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ എന്ന് ONV എഴുതിയിരുന്നത്. അതിനെ ആ ജാതി വൃത്തം മാറ്റി ആദ്യമായി പാട്ട് എല്ലാവർക്കും എന്ന രീതിയിൽ മനുഷ്യപ്പാട്ടാക്കി മാറ്റുന്നത് ആ ലോഡ്ജ് മുറിയിൽ വെച്ച് ജി ദേവരാജനാണ്. അങ്ങനെയാണ് KPSCക്ക് വേണ്ടി എഴുതിയതല്ല.
പൊന്നരിവാളം പിള്ളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ എന്ന പാട്ട് ജനിക്കുന്നത് പെരുമ്പുഴ കൂടി ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നാണ്. അതൊരു ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഈ വിധത്തിൽ കേരളത്തിലുടനീളം ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയത്തിൻ്റെ മുന്നേ നടന്ന എല്ലാവരെ കൊണ്ടും പാടിച്ച, എല്ലാവർക്കും പാടാൻ പാട്ടുണ്ടായിരുന്നില്ല. മാപ്പിളപ്പാട്ട്, പുലയപ്പാട്ട്, ചെറുമപ്പാട്ട്, കുറത്തിപ്പാട്ട്, പുള്ളുവപ്പാട്ട്, ബ്രാഹ്മണിപ്പാട്ട് എന്നിങ്ങനെ പാട്ടുകളൊക്കെ ജാതി തിരിച്ച പാട്ടുകളായിരുന്നു. നവോത്ഥാനത്തിൻ്റെ ആശയം ലോകത്തൊക്കെ പ്രചരിച്ചിട്ടും നവോത്ഥാന നായകന്മാർ പലരും കടന്നു പോയിട്ടും പക്ഷേ പാട്ടുകൾ ജനങ്ങൾക്ക് പാടാവുന്ന പാട്ടുകളായിട്ടുണ്ടായിരുന്നില്ല. അതുണ്ടാക്കിയത് നമ്മുടെ നാടക പ്രസ്ഥാനങ്ങളാണ്. അതിന് മുൻകൈ എടുത്ത ആളുകളുടെ കൂട്ടത്തിൽ പെരുമ്പുഴയും ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പിന്നണിക്കാരനായിരുന്നു. മുൻനിരയിൽ നിന്നത് ജി ദേവരാജൻ, ONV കുറുപ്പ്, വയലാർ രാമവർമ്മ, കെ രാഘവൻ തുടങ്ങിയ എത്രയോ ആളുകളാണ്. മലബാറിലെ നാടക പ്രസ്ഥാനവും തിരുവിതാംകൂറിലെ നാടക പ്രസ്ഥാനവും തമ്മിൽ ചില വൈജാത്യങ്ങളുണ്ടെങ്കിലും കേരളത്തിലുടനീളം തിരുവിതാംകൂർ, മലബാർ, കൊച്ചി സംയോഗത്തിന് മുമ്പ് തന്നെ കേരളത്തെ ഒന്നിപ്പിച്ച രണ്ട് പ്രസ്ഥാനങ്ങൾ, ഒന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനവും മറ്റൊന്ന് നാടക പ്രസ്ഥാനവുമാണ്. 37 കെ ദാമോദരൻ മലബാറിൽ ഗ്രന്ഥശാല പ്രസ്ഥാനമുണ്ടാക്കി. 45 PN പണിക്കർ തിരുവിതാംകൂർ ഗ്രന്ഥശാല പ്രസ്ഥാനം ഉണ്ടാക്കി. പിന്നീട് കേരള ഗ്രന്ഥശാല സംഘമായി മാറി. അതിൻ്റെ ഒപ്പം തന്നെയാണ് മലബാർ നാടകവേദിയും തിരുവിതാംകൂർ നാടകവേദിയും രണ്ട് രീതിയിലുണ്ടാകുന്നത്. KPSC ആദ്യം എൻ്റെ മകനാണ് ശരി എന്ന പുനലൂർ രാജഗോപാലൻ നായരുടെ നാടകം അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ 75 വർഷമായി. അതിനു മുമ്പ് മലബാറിൽ നാടകമുണ്ടായി, കെ ദാമോദരൻ്റെ പാട്ടബാക്കി. അതിനു മുമ്പ് 29 VT ഭട്ടതിരിപ്പാടിൻ്റെ നിങ്ങളെന്നെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക്, MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, പ്രേംജിയുടെ ഋതുമതി, അതിനുശേഷം പാട്ടബാക്കി, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, ചെറുകാടിൻ്റെ നമ്മളൊന്ന്, EK അയമുവിൻ്റെ ജ് നല്ലൊരു മനസ്സനാകാൻ നോക്ക്, KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ്, KT മുഹമ്മദ് യൂനസിൻ്റെ കണ്ടം വെച്ചകോട്ട്. അങ്ങനെ മലബാർ നാടകവേദിയോട് നേരിട്ട് ബന്ധപ്പെട്ടല്ലാതെ തിരുവിതാംകൂറിൽ പുനലൂർ രാജഗോപാലൻ നായരും മറ്റും ചേർന്ന് രൂപീകരിച്ച കേരള KPSC എന്ന പ്രസ്ഥാനവും അത് ഏറ്റെടുത്ത പാട്ടുകളും പിന്നെ കാളിദാസ കലാകേന്ദ്ര തുടങ്ങിയ എത്രയോ നാടക പ്രസ്ഥാനങ്ങൾ ചേർന്നാണ്, ഒപ്പം കഥാപ്രസംഗവും. ഈ രണ്ട് കലകൾ നവോത്ഥാന കലകളാണ് കേരളത്തിലെ അടിത്തട്ടിലെ നിരക്ഷരരായ ജനസാമാന്യത്തിലേക്ക് ഇടതുപക്ഷ സാംസ്കാരിക ആശയലോകത്തെ പ്രക്ഷേപിച്ചത്. ആരും അത് പഠിക്കുന്നില്ല വേണ്ട വിധത്തിൽ. മലബാറിലെ ഒറ്റ നാടകപ്പാട്ടും കിട്ടാനില്ല. മലബാറിലെ നാടകവേദിയിൽ ഒരു പാട്ടും കിട്ടാനില്ല. അന്ന് റെക്കോർഡ് ചെയ്തിട്ടില്ല. KPSC തൊട്ടാണ് നാടകപ്പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. KPSCയിൽ ഈ പാട്ടുകൾ സൂക്ഷിക്കാൻ കഴിഞ്ഞത് അന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ്. മലബാറിലെ ഇപ്പോൾ ഈ ഇജ്ജ് നല്ല മനസ്സിലാകാൻ നോക്കുക എന്ന നാടകത്തിൽ KG ഉണ്ണീൻ എഴുതിയ അതിപ്രശസ്തമായി ജനങ്ങൾ പാടി നടന്ന് ഞാൻ കുട്ടിക്കാലത്ത് കേട്ടൊരു പാട്ടുണ്ട്. ഇന്ന് പലർക്കും അത് ഓർമ്മയില്ല. അല്ല പടച്ചൊരു ഭൂമി തിന്നൊരു കൂട്ടര് കുത്തകയാക്കി നിർത്തി, അതിനുടയതിരും നിലയുമ ഇതുവരെ കണ്ടിട്ടുകാതെ, ജന്മി അകലയിരുന്നിട്ടതിൽ വിളയുന്നത് തിന്നുകയാണേ റബ്ബേ, തിന്നുകയാണേ. ചരിത്രത്തിൽ ആദ്യമായി ഒരു മാപ്പിളപ്പാട്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പ്രഖ്യാപിക്കുകയാണ്. അല്ല പടച്ചൊരു ഭൂമി ഒരു കൂട്ടർ കുത്തകയാക്കി വെച്ച് അതിൻ്റെ അതിർത്തിയും നിലയും അറിയാതെ ജന്മി അത് ചൂഷണം ചെയ്യുകയാണ്. അതിനെതിരെ റബ്ബിനോട് സമരരംഗത്തേക്ക് ഇറക്കാൻ ആവശ്യപ്പെടുന്നൊരു പാട്ടാണ് ആ കാലത്തുണ്ടായത്. ആ കാലത്തുണ്ടായ കുറേ പാട്ടുകൾ ഇപ്പോഴും നമ്മുടെ കയ്യിലില്ല. പലതിനും പാട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാലത്ത് KPSC വന്നതിന് ശേഷം അതിൽ ദേവരാജൻ്റെ പങ്ക് വളരെ പ്രധാനമാണ്. ONV ദേവരാജൻ ഗ്രൂപ്പ്, ആ കൂട്ടുകെട്ടാണ് ഒരു പക്ഷേ അത് നമുക്ക് സമ്മാനിച്ചത്. അത് രേഖപ്പെടുത്തിയ ഒരു ചരിത്രകാരൻ കൂടിയാണ് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. P. ഭാസ്കരൻ ഉറങ്ങാത്ത തമ്പുരുവിലൂടെ P. ഭാസ്കരൻ്റെ സംഭാവന എന്താണ്? ആരും ഇപ്പോൾ P. ഭാസ്കരനെ കുറിച്ച് അങ്ങനെ ഓർക്കുന്നില്ല. ഒരു ക്വിസിൽ ഒരു ചോദ്യം ചോദിച്ചു, വയലാർ ഗർജിക്കുന്നു എന്ന കാവ്യം എഴുതിയതാരാണ്? 3 ചോയ്സ് കൊടുത്തിട്ടുണ്ട്. 1 വയലാർ രാമവർമ്മ, 2 വയലാർ രവി, 3 P. ഭാസ്കരൻ. 95% കുട്ടികൾ എഴുതിയത് വയലാർ രവി എന്നാണ്. വയലാർ രാമവർമ്മ എന്ന് എഴുതിയിട്ടിന് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കും സമാധാനം ഉണ്ടായത് വയലാർ രവി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കോൺഗ്രസ്സുകാർ പോലും ഓർക്കാറില്ല. കുട്ടികൾ അബദ്ധത്തിലെങ്കിലും വയലാർ രവിയെ ഓർത്തുവല്ലോ എന്നൊരു സമാധാനം ഒഴിച്ച് P. ഭാസ്കരൻ എഴുതിയ ഒരു കാവ്യം അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ ഓർക്കാൻ കഴിയുന്നില്ല. ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ, ഒരു പുത്തൻ ഉയർ നാടിനേകിക്കൊണ്ട്
ഉയരും വീണ്ടും. വയലാർ ഇന്നൊരു കൊച്ചു ഗ്രാമമല്ല, ആർക്കുമേ വില കാണാനാവാത്ത കാവ്യമത്രേ. വയലാർ സമരം കഴിഞ്ഞ് ചോര പറ്റിയിട്ടില്ലാത്ത മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പി ഭാസ്കരൻ എഴുതിയതാണ്. വിശപ്പ് തിന്നേൻ, വീട് വെടിഞ്ഞേൻ, ഉറ്റവരുടയവരെല്ലാം നിറഞ്ഞ കണ്ണായി നോക്കിയിരിക്കെ, നാട് മുഴുക്കെ അനഞ്ഞേൻ, കിടക്കുവാനൊരു പായില്ലാതെ ലോക്കപ്പ് മുറിയിലിരുന്നേൻ, ചെരുപ്പ് വാങ്ങാൻ കാശില്ലാതെ പൊള്ളും കാലിൽ നടന്നേൻ. ജോർജ് ചടയമുറി എന്ന കവിതയിൽ ഭാസ്കരൻ എഴുതുന്നുണ്ട്. സമരം ചെയ്താണ്. ആദ്യത്തെ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതാവായിരുന്നു പി ഭാസ്കരൻ. ഭാസ്കരനെ കുറിച്ച് ഒരു പക്ഷേ ആധികാരികമായി എഴുതിയ ഒരു ചരിത്രരേഖയാണ് പി ഭാസ്കരൻ ഉറങ്ങാത്ത തമ്പുരു. ഈ 2 പുസ്തകങ്ങൾ വഴി പെരുമ്പുഴ ചെയ്തത് ഒരു കാലത്തെ രേഖപ്പെടുത്തുകയാണ്. ഇന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല. മലബാറിലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പല പാട്ടുകളും കിട്ടാനില്ല. പ്രേംജി പാടിയതായിട്ട് പറയുന്നൊരു പാട്ടുണ്ട്. അതിൻ്റെ 2 വരി ഞാൻ പിന്നീട് 4 വരി ഞാൻ അന്വേഷിച്ചു. വേലവിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്നരുൾ ചെയ്തു, കൊലകൾ എതിർക്കും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒരു നല്ല നമ്പൂതിരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ തെറ്റുകൂടാതെ പറയുന്നത് കേട്ടാണ് പൊന്നാനിയിലെ അസംഖ്യം മാപ്പിള യുവാക്കളും യുവതികളും അന്ന് സമരരംഗത്തേക്ക് ഇറങ്ങിയത്. ഈ പാട്ടുകൾ, നാടകം ജനങ്ങളെ ഉണർത്തുകയാണ് ചെയ്തത്. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആശയങ്ങളെ പ്രക്ഷേപിക്കുകയാണ് ചെയ്തത്. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തുകയും കടലുകൾ പടഹമുയർത്തുകയും യുഗങ്ങൾ നീന്തി നടക്കുന്ന ഗംഗയിൽ താമരമുകുളങ്ങൾ വിരിയുകയും, ഈ താമരയല്ല ഹൃദയത്താമരമുകുളങ്ങൾ വിരിയുകയും ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവരുകയും ജീവിതങ്ങൾ തുടലൂരി എറിയുകയും ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണർന്നു. ഇത് KPSC ഏറ്റെടുത്ത പാട്ടാണ്. ഒരുപക്ഷെ 1857 സമരത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി വയലാർ എഴുതിയ പാട്ടാണ് ഇത്. പിന്നീട് സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ചാർത്തിക്കൊണ്ട് സ്മരണകൾ ഇരമ്പുന്ന രണസ്മാരകങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകളെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പാടി. ഇന്നും മരിച്ചുപോയൊരു വിപ്ലവകാരി പോലും എഴുന്നേറ്റ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ഈ പാട്ടുകൾ നമ്മളെ സ്വാധീനിച്ചു. ഇങ്ങനെ വിപ്ലവ ഗാനങ്ങൾ, ഒപ്പം എല്ലാവരെ കൊണ്ടും പാടിച്ച പാട്ടുകൾ. ഞാൻ വളരെ വൈകിയാണ് KG സത്താറിൻ്റെ ഒരു പാട്ട് കണ്ടുപിടിച്ചു. അത് ഇപ്പോൾ റെക്കോർഡ് കിട്ടാനില്ല. ഒരു പക്ഷേ പഴയ ആളുകൾ കേട്ട് കാണും. കണ്ണിൻ്റെ കടമിഴിയാലെ കിന്നാരം പറയണ പെണ്ണെ, ഇന്നെന്തേ നിൻമിഴിക്കൊരു നിറമാറ്റം പൊന്നെ പെണ്ണെ, കണ്ണിൻ്റെ കടമിഴിയാലെ കിന്നാരം പറയണ പെണ്ണെ. നാടകപ്പാട്ടുകളിലേക്ക് മാപ്പിളപ്പാട്ടുകൾ കയറി വന്നൊരു കാലം. ത്വരം നാടകപ്പാട്ടുകളായി. തിന്തക്കന്തയ്യ കന്തയ്യാരോ തക തെയ്യ കന്തിന്തക്കന്തയ്യാരോ. ആ പാട്ടിൻ്റെ ഇണം വെച്ചാണ് ചെപ്പ് കില്ലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണ് അയ്യയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല. നാടകപ്പാട്ടുകൾ പറയാൻ തുടങ്ങിയ നാടകപ്പാട്ടുകളെ കുറിച്ചാവും. ഞാൻ പെരുമ്പുഴയെ മുൻനിർത്തിക്കൊണ്ട് ഒരു കാലത്തെ വായിക്കുക. പെരുമ്പുഴ ഒറ്റയ്ക്കൊരാളായിരുന്നില്ല. ഉണർന്നവരും ഉണർത്തിയവരുമായ ഒരു ചരിത്രത്തിൻ്റെ കാവലാളായിരുന്നു. അവസാന നാളുകളിൽ വരെ അദ്ദേഹം അവസാനം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവരാജൻ ജി ദേവരാജൻ ശക്തിഗാഥ എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കി. ആരും നന്ദിയോടെ ഓർക്കുന്നില്ല ദേവരാജനെ. ദേവരാജൻ നമുക്ക് പല തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാക്കി തന്നു. ശക്തിഗാഥ ഉണ്ടായതുകൊണ്ടാണ് പല പാട്ടുകൾ ഇപ്പോഴും ഓർക്കുന്നത് ആളുകൾ. ഇന്ന് മനുഷ്യർക്ക് ജീവിക്കാൻ, നമുക്ക് പിന്തിരിഞ്ഞു നോക്കാൻ, നമുക്ക് ഊർജം കിട്ടാൻ ബാക്കിയുള്ളത് നമ്മുടെ നാടക ചലച്ചിത്ര ഗാന സഞ്ചയമാണ്. നമ്മുടെ ബുദ്ധിജീവികൾ, പ്രഭാവർമ്മയെ കൊണ്ടിരിക്കുന്ന ബുദ്ധിജീവികൾ എന്തുകൊണ്ടോ പാട്ടുകൾ ഒരു കൊള്ളരുതാത്ത പണിയായിട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പി ഭാസ്കരനും വയലാറും ONV ഒക്കെ പാട്ടെഴുത്തുകാരെന്ന നിലയിൽ സാഹിത്യത്തിലെ അധമഗണത്തിൽപ്പെട്ടവരാണെന്ന് ഇന്നും രഹസ്യമായും ചിലപ്പോൾ പരസ്യമായും ഒരു ബുദ്ധിജീവിയായിട്ട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഒരു സ്ഥലത്തും ഒരു ആവശ്യമില്ലാതെ ONV സാറിനെ പരാമർശിച്ച് വിമർശിച്ചപ്പോൾ സാധാരണ ദുർബലനും സ്തോഭങ്ങൾ വരാത്തൊരാളുമായ എനിക്ക് സ്തോഭം വന്നു. അദ്ദേഹത്തെ ഏറ്റുമുട്ടേണ്ടി വന്നു. കാരണം വെറുതെ അനാവശ്യമായിട്ട് പാട്ടെഴുതിയതിൻ്റെ പേരിൽ നിന്ദിതരാക്കപ്പെട്ട ആളുകൾ. ഒരുപക്ഷെ അങ്ങനെയൊക്കെ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ വന്നു കാണും, പാട്ടെഴുതി എന്നുള്ളൊരു അയോഗ്യതയായിട്ട് വന്നു കാണും. പാട്ടാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഈ ബിജു ആ പാട്ടിൻ്റെ പാരമ്പര്യം കൊണ്ടുനടക്കുന്ന ആളാണ്. ബിജു പാടും നന്നായിട്ട്. ബിജുവിന് ലോകം മുഴുവനുള്ള പാട്ടുകൂട്ടായ്മകളുണ്ട്. പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ഒന്നാന്തരമായി പാടിയിരുന്ന ഒരാളാണ്. അദ്ദേഹം ഹാർമോണിയം വായിച്ചിരുന്നു എന്നതും ഞാൻ വൈകി അറിഞ്ഞതാണ്. വി സാംബശിവൻ്റെ കഥാപ്രസംഗത്തിന് ഇദ്ദേഹം പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ഹാർമോണിയം വായിച്ച ഒരു കാലവും ഉണ്ടായിരുന്നു. വി സാംബശിവനും
പെരുമ്പുഴ ഗോപാലകൃഷ്ണനൊക്കെ ഒന്നിച്ച് SN കോളേജിൽ പഠിച്ച ആളാണ്. അന്നത്തെ SN കോളേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ചരിത്ര സ്ഥലമാണ്. അങ്ങനെ പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ചെനപ്പുകളാണ് പെരുമ്പുഴയായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലില്ലി ചേച്ചി ഒരു മഹിത പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ലില്ലി ചേച്ചിയുടെ ചേച്ചി ഓമന ചേച്ചിയുടെ മകനാണ് ഇവിടെ നേരത്തെ വന്നുപോയ ബിനോയ് വിശ്വം, CK വിശ്വനാഥൻ്റെ ഭാര്യ. ഓമന ചേച്ചിയുടെ മൂത്ത തുളസിയുടെ മകനാണ് അജിത് വർമ്മ, രാമവർമ്മ വിവാഹം കഴിച്ച, അല്ലേ? അങ്ങനെ തന്നെയല്ലേ ബന്ധം? ഞാനിങ്ങനെ ബന്ധമൊക്കെ പറയുന്നത് ഈ ബന്ധങ്ങൾക്കൊക്കെ പിന്നിൽ രാമവർമ്മ വിവാഹം കഴിക്കുന്നു തുളസിയെ, ഈ CK വിശ്വനാഥൻ ഓമനയെ, ലില്ലിയെ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, സാലി, എങ്ങനെ ഒരു കല്യാണങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ ബന്ധം ഉണ്ടായവർ, വിവാഹങ്ങളിലൂടെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത ഒരു രാഷ്ട്രീയ ബന്ധം. അത് CPIക്കാർക്ക് കൂടുതലാണെന്ന് ആളുകൾ പറയുന്നത്. എൻ്റെ മകൻ കല്യാണം കഴിച്ചത് ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. ഞാൻ യുവകലാ സാഹിതി പ്രസിഡൻ്റ് ആയതിനു ശേഷമാണ് അത് സംഭവിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു, CPIക്കാരുടെ കൂടെ കൂടിയതുകൊണ്ടാണോ ഈ മതം മാറി കല്യാണം കഴിക്കാൻ തുടങ്ങിയത്? ഇപ്പോൾ CPIക്കാരാണ് മതം മാറി കല്യാണം കഴിക്കൽ തുടങ്ങിയതെന്നാണ്, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതെന്നൊരു ധാരണ ജനമനസ്സിൽ ഇപ്പോഴുണ്ട്. അങ്ങനെ ജാതി മാറി, മതം മാറി, മനുഷ്യർ പരസ്പരം കല്യാണം കഴിച്ച്, മനുഷ്യർ പരസ്പരം സ്നേഹിച്ച്, മനുഷ്യരിൽ നിന്ന് മക്കളുണ്ടായി, മനുഷ്യക്കുട്ടികൾ വളരണമെന്ന് ആഗ്രഹിച്ച്, ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മെ കണ്ടാലറിയാതായി, ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു എന്ന ദുരന്തം. അതും ദേവരാജൻ്റെ ഈണമാണ്, വയലാറിൻ്റെ വരികളാണ്. അങ്ങനെ ഈണങ്ങളുടെ ഒരു ലോകം. ഞാൻ ഇടയ്ക്കൊക്കെ ഈ ജോർജിനെ ഓർക്കും. KPSC സുലോചന, KPSC ജോർജ്, ആൻറ്റോ, AP കോമള, നമ്മുടെ കേശവൻ പോറ്റി സാർ പാട്ടെഴുതിയൊരു കാലമുണ്ട്. ആരെങ്കിലും ഓർക്കും? കേശവൻ പോറ്റി എന്ന് പറഞ്ഞാൽ KPSCയുടെ ജീവാത്മാവും പരമാത്മാവും ആയിരുന്ന ഒരാളാണ്. 10 തണ്ടും പനം തണ്ടും എന്ന പാട്ട് ഇദ്ദേഹം എഴുതിയതാണെന്ന് വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അവർ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു, അവർ പാട്ടെഴുത്തുകാരായിരുന്നു, അവർ അഭിനേതാക്കളായിരുന്നു, അവർ നാടകം നടത്തിപ്പുകാരായിരുന്നു, അവർ കലാസമിതി പ്രവർത്തകരായിരുന്നു, അവർ വായനശാലക്കാരായിരുന്നു. ഇപ്പോൾ ആശാൻ സുരേന്ദ്രനാഥിൻ്റെ പേരിൽ ജയേന്ദ്രൻ ചേട്ടനൊക്കെ ചേർന്നൊരു വായനശാല ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ആശാനാണ് കേരളത്തിൽ പാരിസ്ഥിതിക രാഷ്ട്രീയം ആദ്യമായി കേരളത്തെ പഠിപ്പിച്ചത്. എനിക്കൊരു വലിയ കടപ്പാട് ആശാനോടുള്ളത്, ഞാൻ ആദ്യം നടത്തിയ സമരം തോറ്റ സമരമാണ്. ഭാരതപ്പുഴ സംരക്ഷണ സമിതിക്ക് വേണ്ടി 10-20 വയസ്സിൽ പോരാടാൻ തുടങ്ങി. ആ പുഴയെ രക്ഷിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ ഒരാളാണ്. ഇന്നും അതിൽ ദുഃഖമുള്ള ഒരാളാണ്. അതിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത് ആശാൻ സുരേന്ദ്രനാഥാണ്. ആശാൻ സുരേന്ദ്രനാഥിൻ്റെ പ്രേരണയിൽ PT ഭാസ്കരപ്പണിക്കരും ഇന്ത്യനൂർ ഗോപിമാഷും EP ഗോപാലൻ, വള്ളുവനാടിൻ്റെ പടത്തലവനായിരുന്ന EP ഗോപാലനും കൊളാടി ഗോവിന്ദൻ കുട്ടിയും ഒക്കെ CPIക്കാരായത് സാന്ദർഭികമായിട്ടായിരിക്കും. അവരൊക്കെ കൂടി ചേർന്നുണ്ടാക്കിയിരുന്ന ഭാരതപ്പുഴ സംരക്ഷണ സമിതിയിൽ പ്രവർത്തിച്ചാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. വഴിമാറിപ്പോവാണ്. അപ്പോൾ ആശാനെ ഓർക്കുന്നു നമ്മളിപ്പോൾ. ആശാനെ ഓർക്കുമ്പോൾ മറ്റൊരു പാരിസ്ഥിതിക രാഷ്ട്രീയ ചരിത്രം ഓർക്കുന്നു. പെരുമ്പുഴയെ ഓർക്കുമ്പോൾ പെരുമ്പുഴ എന്ന വ്യക്തിയല്ല, പെരുമ്പുഴ പ്രതിനിധാനം ചെയ്ത വലിയ സാംസ്കാരിക ചരിത്ര മുന്നേറ്റത്തെ ഓർക്കുന്നു. അത് അഴിച്ചു കളയുകയാണ് ഇന്ന് പുനരുത്ഥാന രാഷ്ട്രീയം ചെയ്യുന്നത്. നവോത്ഥാനത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു പുരോഗമന രാഷ്ട്രീയം. നവോത്ഥാനത്തിൻ്റെ ഫലമായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം. പിണറായി പാറപ്പുറത്ത് പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊട്ടിമുളയ്ക്കുകയല്ല, നവോത്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന സോഷ്യലിസ്റ്റ് ചിന്തയെ ഒന്നാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പരിവർത്തിപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളുണ്ട്. യാഥാസ്ഥിതികരിലെ യാഥാസ്ഥിതികനായ പരമമൂരാച്ചിയായ പരമുപിള്ള നാടകാന്ത്യത്തിൽ മാല എന്ന തൊഴിലാളി പെണ്ണിനോട് ആ കൊടിയൊന്ന് ഇങ്ങോട്ട് കാട്ടിയേ, ഞാനൊന്ന് പൊന്തിച്ചു പിടിക്കട്ടെ എന്ന് പറഞ്ഞ് രക്തസാക്ഷികൾ ചങ്കിലെ ചോര കൊണ്ട് നിറം പകർന്ന ആ കൊടിയെടുത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചപ്പോൾ 10,000-കണക്കായ മനുഷ്യർ എഴുന്നേറ്റ് നിന്ന് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചത് നാടകം നൽകിയ സംഭാവനയാണ്. കെടാമംഗലം സദാനന്ദനാണ് രമണൻ 4500 വേദികളിൽ പറഞ്ഞത്. വി സാംബശിവനാണ് വിശ്വസാഹിത്യത്തിലെ മുഴുവൻ ക്ലാസിക്കുകളും നിരക്ഷരരും സാധാരണക്കാരുമായ മനുഷ്യരെ പരിചയപ്പെടുത്തിയത്. ഇടക്കൊച്ചി പ്രഭാകരനാണ് തിരുനെല്ലൂരിൻ്റെ റാണി കഥാപ്രസംഗമാക്കിയത്. ഇങ്ങനെ ഒരു വലിയ കാലം നാടകങ്ങളിലൂടെ, കഥാപ്രസംഗങ്ങളിലൂടെ, പിന്നീട് സിനിമയിലൂടെ. അവരൊക്കെയാണ് സിനിമയിലേക്ക് വന്നത്. ആദ്യകാലത്ത് സിനിമയിലേക്ക് വന്നതൊക്കെ തോപ്പിൽ ഭാസിയെ പോലെയും വയലാറിനെ പോലെയും വൈൻവി സാറിനെ പോലെയും ഈ പറഞ്ഞതുപോലെ പെരുമ്പുഴ വരെയുള്ള ആളുകളാണ്. അപ്പോൾ അവർ അന്ന് സിനിമയിൽ ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ദേവരാജൻ നമുക്ക് മറ്റാർക്കും തരാൻ കഴിയാത്ത വിധത്തിലുള്ള പാട്ടിൻ്റെ അനുഭൂതി പ്രപഞ്ചം സമ്മാനിച്ചത്. ഞാൻ എപ്പോഴും ദേവരാജൻ മാസ്റ്ററെ ഓർക്കുന്നത് മനുഷ്യനെ മരിക്കാതിരിക്കാൻ സഹായിക്കുന്ന എത്രയോ പാട്ടുകളുടെ ഒരു ഖനിയാണ്
അദ്ദേഹം സമ്പാദിച്ചു തന്നിരിക്കുന്നത്. ആ പാട്ടുകളുടെ ഖനിയെ ഓർമ്മപ്പെടുത്തി, അതിനെ രേഖപ്പെടുത്തി, അതിനെ ചരിത്ര രേഖയാക്കി എന്നത് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ചെയ്ത പ്രധാനപ്പെട്ട സേവനമാണ്. ഒപ്പം ജി ദേവരാജൻ ശക്തിഗാഥ എന്ന പാട്ടുകളുടെ ഒരു പ്രസ്ഥാനത്തെ, പാട്ടുകൊണ്ടൊരു ചൂട്ടുകെട്ടി അധികാരഗർവത്തിൻ്റെ മുഖത്ത് കുത്തുന്ന ഒരു സംസ്കാരത്തെ പല രീതിയിൽ, ദേവരാജൻ്റെ പാട്ടുകളെ കുറിച്ചല്ല ഞാൻ പറയാം, പക്ഷെ ദേവരാജ മാഷ ചില പാട്ടുകൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ചില ഘട്ടത്തിൽ നമ്മളെ വല്ലാതെ സ്പർശിച്ചു പോകുന്ന, അദ്ദേഹം മെലഡി മെലഡി എന്നത് ദേവരാജൻ്റെ ഒരു അസാധാരണ സൃഷ്ടിയാണ്. അതിനു മുമ്പ് ബാബുരാജും കെ രാഘവനും ദക്ഷിണാമൂർത്തിയൊക്കെ ഉണ്ടാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടുപാട്ടുകളിൽ നിന്ന് മെലഡി ഉണ്ടാക്കുക എന്ന ഒരു അസാധാരണ ലയം. ഇവിടെ പാട്ടുകൾ പാടുമായിരിക്കും അല്ലേ, ശക്തിഗാഥ പാടുമായിരിക്കും. അതിലിപ്പം കാവാലൻ ചുണ്ടനിലൊക്കെ ആ മറ്റേ കാവാലൻ ചുണ്ടനിതാ ജയിച്ചു വന്നേ എന്ന പാട്ടൊക്കെ നദോന്നത വൃത്തത്തിൻ്റെ അതേ രൂപത്തിൽ എഴുതിയ വരികളെ വഞ്ചിപ്പാട്ട് രീതിയിൽ ഉപയോഗിച്ചാണ്. അതിലൊരു പാട്ട് ഇതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇപ്പോൾ ഓർമ്മയിലുണ്ടാവും. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞോ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. ഏലേലം ഒരു ഹമ്മിങ് അതിൻ്റെ അടിയിലൂടെ വരും. അത് മധ്യ കേരളത്തിൻ്റെ കായൽ പരപ്പുകളിൽ, തോണിപ്പുരകളിൽ കേട്ട അനേകം നാടോടി ഈണങ്ങളുടെ സഞ്ചിത രൂപമാണ്. ഇത് ദേവരാജൻ്റെ എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് കേൾക്കാം. വരികൾ എഴുതി കൊടുക്കാൻ പറ്റാത്ത എഴുത്തുകാരല്ല, വയലാറിനോ ONV-ക്കോ ഒന്നും വരികൾ എഴുതി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ വരികൾക്കപ്പുറത്തേക്ക് പാട്ടിനൊരു ഹമ്മിങ് ചേർത്ത് പാടുന്ന ഒരു രീതിയിലൂടെ കേരളത്തിൻ്റെ ഈ മധ്യ കേരളം തൊട്ട് തിരുവിതാംകൂർ വരെയുള്ള നാട്ടിയിണങ്ങളുടെ മുഴുവൻ ദേവരാജൻ പാട്ടിലാക്കി. വടക്കൻ ഈണങ്ങളുടെ മുഴുവൻ രാഘവനും പാട്ടിലാക്കി. ബാബുരാജ് ഹിന്ദുസ്ഥാനി ഈണങ്ങളെയും പാട്ടിലാക്കി തന്നു. ഇങ്ങനൊരു വലിയ ചരിത്രം പാട്ടിൻ്റെ സംഗീതത്തിലും പാട്ടിൻ്റെ എഴുത്തിലുമുണ്ട്. ദേവരാജ മാഷ്ടേ മറ്റൊരു പാട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പാട്ടുകളാണ്. ഇവിടെയോരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ, നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നിലാവിൽ, നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? ഓ ഓ ഓ സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. ഈ പാട്ടിൻ്റെ ഉള്ളിൽ ഈ നാട്ടീണമാണ് ആ പാട്ടിൻ്റെ ശക്തി. ഇത് കർണാടക സംഗീതത്തിൻ്റെ ഒരു വ്യാഖ്യാനമല്ല, അതൊരു രാഗമാണ്. അതൊരു പക്ഷേ പ്രശസ്തമായൊരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള ഒരു കർണാടക രാഗമാണ്. ആ രാഗത്തിൽ എത്രയോ പാട്ടുകൾ ദേവരാജ മാഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവരോഹണങ്ങൾ പാട്ടാക്കിയിട്ടുണ്ട്. സഗമ പനി സനി പമഗ സ, ഇതൊരു ആരോഹണ അവരോഹണ. മന്ദാരപ്പൂങ്കാറ്റേ ശൃംഗാരത്തേൻ കാറ്റേ. ആ പാട്ട് രാഗം പഠിപ്പിക്കാൻ ഈ പാട്ടിൻ്റെ വരികൾ ആരോഹണം അവരോഹണം മാത്രം പാട്ടിലാക്കിയിരിക്കുക. ഇങ്ങനെ ദേവരാജൻ മാഷയുടെ പാട്ടുകളുടെ എനിക്ക് വളരെ പ്രിയപ്പെട്ട എണ്ണമറ്റ പാട്ടുകളുണ്ട്. ഈ ദേവരാജൻ ശക്തിഗാഥയും പെരുമ്പുഴ ഗോപാലകൃഷ്ണനും ദേവരാജനെക്കുറിച്ച് പെരുമ്പുഴ എഴുതിയ പുസ്തകം കൂടി ചേർന്നാൽ തന്നെ ഒരു അന്തരീക്ഷമാണ്. മലയാളിക്ക് മരിക്കാതിരിക്കാൻ, ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, ക്രിമിനൽ ആവാതിരിക്കാൻ, അനുനിമിഷം ക്രിമിനലായിക്കൊണ്ടിരിക്കുന്ന മലയാളിക്ക് മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വലിയ സമ്പത്താണ് ഈ കലാകാരന്മാർ നമുക്ക് തന്നിട്ടുള്ളത്. സൂര്യകാന്ത കൽപ്പടവിൽ
ആര്യപുത്രൻ്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തിയുറക്കൂ. സ്വയം പ്രഭേ സന്ധ്യയെ ഉറക്കൂ ഉറക്കൂ. അതിൻ്റെ വരികളും അതിൽ കൊടുത്തിരിക്കുന്ന മെലഡിയും ചേർന്നുണ്ടാകുന്ന ഒരു ഹൃദയ ഐക്യം. ഇതൊരു പക്ഷേ ഇന്ന് ധാരാളം പാട്ടുകൾ എഴുതുന്ന ആളാണ് പ്രഭാവർമ്മ. ഒരുപാട് ആളുകൾ ഇപ്പോഴും സാഹിത്യ സംഗീത രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മലയാളിയുടെ ഇതപര്യന്തമുള്ള സംസ്കൃതികളുടെ വേരാഴങ്ങളിൽ നിന്ന് മനുഷ്യബോധത്തെ നവീകരിക്കാനും എല്ലാ ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ടുള്ള മാനവികത പൊതുബോധമാക്കി തീർക്കാനും വേണ്ടി ഒരു കാലഘട്ടത്തിൽ കുറേ എഴുത്തുകാർ നാടക പ്രവർത്തനങ്ങളിലൂടെ, സംഗീത പ്രവർത്തനങ്ങളിലൂടെ, ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലൂടെ, അത് വളർന്ന് സിനിമാ പ്രവർത്തനങ്ങളിലൂടെ നടത്തിയ ഒരു യുഗദീർഘമായ മാനവികതയുടെ കാലം. അതിൻ്റെ കാവൽക്കാരനായിരുന്നു അവസാന ശ്വാസം വരെ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ. ONV സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 1000 നാവായിരുന്നു. ഓരോരോ കാര്യങ്ങളും കൂടുതൽ എനിക്ക് അക്കാലത്ത് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് വിചാരിച്ചു കുറച്ച് മുമ്പേ പെരുമ്പുഴയെ കണ്ടിരുന്നെങ്കിൽ. എൻ്റെ ഇത്തരം താല്പര്യങ്ങളുടെയൊക്കെ മുമ്പേ നടന്ന ഒരാളാണ്, മുമ്പേ പറന്ന പക്ഷിയാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ എൻ്റെ പ്രസംഗത്തിന് വേണ്ടിയല്ല ഈ വേദി. പാട്ടുകളുണ്ട്. ഞാൻ ഇന്ന് അവാർഡ് സ്വീകരിച്ച ഒരാളാണ്. അവാർഡ് സ്വീകരിച്ച ഒരാളുടെ വിനയം കഴിയുന്നത്ര അതിവാക്ക് പറയാതിരിക്കുക എന്നതാണ്. എനിക്കാണെങ്കിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ വലിയ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് സദയം ക്ഷമിക്കണം. പെരുമ്പുഴ ഒറ്റയ്ക്കൊരു വ്യക്തിയല്ല. പെരുമ്പുഴ ഒരു സംസ്കൃതിയുടെ ഇങ്ങേയറ്റത്തുള്ള ഒരാളാണ്. പെരുമ്പുഴയിൽ അവസാനിച്ച ഒരു കാലം ദീർഘമായ മനുഷ്യ പോരാട്ടങ്ങളുടെ കാലമാണ്. എത്രയോ കാര്യങ്ങൾ ഈ പാട്ടുകളെക്കുറിച്ചൊരു ഗവേഷണം നടത്തേണ്ടതാണ്. കെ രാഘവൻ്റെ ഇപ്പോൾ ഈ വേടൻ്റെ പാട്ടൊക്കെ കേട്ടപ്പോൾ കെ രാഘവൻ നേരത്തെ ഈ കടപ്പുറത്തെ പാട്ടുകൾ, കടപ്പുറത്തൊരു താരാട്ട് രാഘവൻ്റെ എല്ലാ പാട്ടുകളിലും ആവർത്തിച്ച് വരുന്നുണ്ട്. അത് നേരിട്ടുള്ള പാട്ടായിട്ടല്ല, താരാരിരാരാരാരാ, ഇതൊരു ഈണമാണ്, ഇത്രയേ ഉള്ളൂ. താരാരിരാരാരാ, ഇതൊരു കടപ്പുറത്ത് കേൾക്കുന്ന പഴയ ഒരു പാട്ടിൻ്റെ ഒരു ഈണമാണ്. അത് അദ്ദേഹം പല പാട്ടുകളിൽ ആവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പാഴ്മുള എന്നു തോന്നി, പുല്ലാങ്കുഴലെന്നെനിക്കു തോന്നി, അതാ ഈണമാണ്. താരാരിരാരാരാരാ, പുല്ലാങ്കുഴലെന്നെനിക്കു തോന്നി. വേറൊരു പാട്ട്, ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ, തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ, താരാരിരാരാരാ, തെക്കേ വീട്ടിലെന്ത് വർത്താനം കാക്ക. ഇങ്ങനൊരു പഠനം പാട്ടുകളെ കുറിച്ച് ആരെങ്കിലും നടത്തിയിട്ടുണ്ട്. പാട്ടുകളുടെ ഉള്ളിൽ പ്രവേശിച്ച് ആദിമ നാടോടിത്തത്തിൻ്റെതായ ഒരു ഈണം എങ്ങനെ പ്രവർത്തിക്കുന്നു, വരികളുടെ അടിയിലേക്ക് എങ്ങനെയാണ് ജീവനാളി പോലെ ഈ ഈണത്തെ സന്നിവേശിപ്പിക്കുന്നത്. ഇത് വലിയ പ്രവർത്തനമാണ് ആ കാലത്ത് കലാകാരന്മാർ നടത്തിയത്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ മനുഷ്യരായത്. നമുക്ക് ശേഷമുള്ള കുട്ടികളും മനുഷ്യരാവണം. മനുഷ്യനെ പുതിയ മനുഷ്യത്വത്തിലേക്ക് നയിച്ച് ഏറ്റവും പുതിയ മനുഷ്യനെ ഉണ്ടാക്കുക എന്നത് സാംസ്കാരിക ഫാഷിസത്തിൻ്റെ കാലത്ത് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ടൊരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം ഇടയ്ക്ക് ഓർമ്മിക്കണം. വൈക്കം സത്യാഗ്രഹം ഉണ്ടായത് മുതൽ, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം ആലുവായിൽ നടത്തിയത് മുതൽ, പി ഭാസ്കരൻ ജനിച്ചത് മുതൽ, കെടാമംഗലം സദാനന്ദൻ ജനിച്ചത് മുതൽ, അങ്ങനെ ഒരുപാട് ആളുകളുടെ ജന്മശതാബ്ദിയാണ്. നമ്മുടെ PJ ആൻ്റണിയുടെ ജന്മശതാബ്ദിയാണ്. ഒരുപാട് തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയാണ്. തിരുനെല്ലൂർ കരുണാകരൻ്റെ തിരുനെല്ലൂരല്ല, മറ്റേ കാമ്പശ്ശേരി കരുണാകരൻ്റെ ജന്മശതാബ്ദിയാണ്. നിങ്ങൾ നോക്കിയാൽ ഈ നൂറ്റാണ്ടിൽ ജനിച്ച് നൂറ്റാണ്ടിനൊപ്പം വളരുക മാത്രമല്ല, നൂറ്റാണ്ടിനെ അവർക്കൊപ്പം വളർത്തിയ വലിയ കലാകാരന്മാർ നഷ്ടപ്പെട്ടതിലെ ദുഃഖമായിട്ടാണ് അവസാന കാലത്ത് ഞാൻ പെരുമ്പുഴയെ കണ്ടത്. ആ ദുഃഖത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത്. ഇടയ്ക്ക് അന്വേഷിക്കണം. ഇതൊന്നും നഷ്ടപ്പെടുത്തി കളയാൻ പാടുള്ളതല്ല. വരും കാലത്തിൻ്റെ ഇന്ധനം 5000 കൊല്ലം പഴക്കമുള്ള പുരാണങ്ങളിൽ തപ്പിയാൽ കിട്ടുകയില്ല. പുരാണങ്ങളിൽ നിന്ന് കിട്ടുന്നത് പുനരുത്ഥാനവാദികളുടെ രാഷ്ട്രീയത്തിന് വേണ്ട സാംസ്കാരിക ഊർജ്ജമാണ്. അതവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുനരുത്ഥാനവാദികൾ അവരുടെ സാംസ്കാരിക ഊർജ്ജം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രബുദ്ധ കേരളത്തിൽ ഈ കാലത്ത് 20% വോട്ട് മനുഷ്യൻ്റെ യാതൊരു പ്രശ്നവും പറയാതെ തന്നെ പുനരുത്ഥാനവാദികൾ കയ്യിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രബുദ്ധ മലയാളികൾ ഇടയ്ക്കെങ്കിലും ഓർക്കുന്നത് നല്ലതാണ്.
20% എന്ന് പറഞ്ഞാൽ 5-1 വോട്ട്. മനുഷ്യൻ്റെ വിശപ്പോ മനുഷ്യൻ്റെ പട്ടിണിയോ മനുഷ്യൻ്റെ ഐക്യമോ ജാതി വർഗീയതയോ മനുഷ്യൻ്റെ വർഗീയതയോ ഒന്നും പറയാതെ പുരാണം പറഞ്ഞ് അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് അനാചാരങ്ങൾ പറഞ്ഞ് ഒരു യുക്തിയും ആവശ്യമില്ലാത്ത അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ച് പുനരുത്ഥാനം കൊണ്ട് മാത്രം 20% പ്രബുദ്ധ കേരളത്തിൻ്റെ വോട്ട് പുനരുത്ഥാന രാഷ്ട്രീയം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ നിയമം നടപ്പാക്കാൻ പുരോഗമന ഗവൺമെൻറ് 100 വട്ടം ആലോചിക്കുകയാണ് എന്നത് ആലോചിക്കണം. അത്രയും പറയാനെങ്കിലും എന്നെ നിങ്ങൾ അനുവദിക്കണം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ നിയമം നടപ്പാക്കാൻ 1 വട്ടം പോലും പുരോഗമന ഗവൺമെൻറ്റുകൾക്ക് ആലോചിക്കേണ്ടതില്ല. ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്തും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ നിയമം കോടതി പോലും ചോദിക്കുന്നു. എന്താണ് ഇതിൻ്റെ മടി? അതിനെതിരായി സഞ്ചരിച്ചവരെയാണ് നമ്മൾ വലിയ എഴുത്തുകാരും സാംസ്കാരിക ആക്ടിവിസ്റ്റുകളുമായിട്ട് എന്നെ പോലൊരാൾ കാണുന്നത്. ഞാൻ യുവകലാസാഹിതിയുടെ ഒരു പ്രവർത്തകനായിരിക്കുന്നത് ഇവരെ കണ്ടിട്ടാണ്. യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു പെരുമ്പുഴ. ഇപ്റ്റയുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിരുന്നു പെരുമ്പുഴ. അദ്ദേഹം പലതുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അവരെ ഓർക്കുമ്പോൾ നമുക്കൊരു ഊർജം കിട്ടേണ്ടതാണ്. പുരാണങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ല. ഈ 100 വർഷത്തെ സാംസ്കാരിക പോരാട്ടങ്ങളുടെ ചരിത്രം നമുക്ക് തരുന്നൊരു ഊർജമുണ്ട്. തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ വലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ മതി കലാകാരൻ, അല്ലേ? അത് ഏറ്റെടുക്കുമെന്നും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പെരുമ്പുഴയുടെ സ്മരണയും നമുക്ക് കരുത്താകുമെന്നും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തിരിച്ചറിയുന്ന സമയത്താണ് എഴുത്തുകാരും രാഷ്ട്രീയക്കാരും തമ്മിൽ നല്ല ഹൃദയബന്ധം ഉണ്ടാവുക. സർഗാത്മകമായ രാഷ്ട്രീയവും രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള സർഗാത്മകമായ രാഷ്ട്രീയവും രാഷ്ട്രീയമായ ഉള്ളടക്കമുള്ള സർഗാത്മകതയും ചേർന്ന ഒരു നവോത്ഥാനത്തിന് ഇത്തരം സ്മരണകൾ നമുക്ക് കരുത്താകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ എനിക്ക് ആഹ്ലാദവും ധന്യതയും ചാരിതാർത്ഥ്യവുമുണ്ട്. വൈകാരികമായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ആ വൈകാരികത എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അത് പെരുമ്പുഴയോട് എനിക്കുള്ള ആദരപ്രകടനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.